ഉപയോഗിക്കുന്നത്. ഞാനിവിടെ 300 ഗ്രാം പാവയ്ക്ക് എടുത്തിട്ടുണ്ട്. ഞാൻ ഇതേപോലത്തെ 4 പാവയ്ക്കാണ് എടുത്തേക്കുന്നത്. ഈ പാവയ്ക്ക് നമ്മൾ നല്ല കനം കുറച്ചിട്ട് കുറച്ച് നീളത്തിൽ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ, ഞാനിവിടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തേക്കണം മുളക് പൊടി കാശ്മീരി മുളക് പൊടി എടുത്തേക്കുന്നത്. അത് നമ്മുടെ അച്ചാറിന് നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർക്കാം. പിന്നെ അച്ചാറിന് നല്ല എരിവും വേണം, അപ്പോൾ അതനുസരിച്ച് മുളക് പൊടി ചേർക്കാം. നമ്മൾ സാധാരണ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും രണ്ടും കൂടി മിക്സ് ചെയ്ത് ചേർത്തിട്ടുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലതായിരിക്കും. പിന്നെ അച്ചാറിലേക്ക് നമുക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും. ഞാൻ ഇതേപോലത്തെ 2 വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു 12 വലിയ ചോള വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടിയിട്ട് ഒന്നല്ലെങ്കിൽ നല്ല ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അങ്ങനെ ക്രഷ് ചെയ്തെടുത്തിട്ട് നമ്മൾ അച്ചാറിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും അച്ചാറിനോട് പെട്ടെന്ന് നന്നായിട്ട് മിക്സ് ആവും. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ കടുക്, ഉണക്കമുളക്, കറിവേപ്പില. പിന്നെ ഈ അച്ചാറിലേക്ക് നമുക്ക് പൊടിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം കായം എടുത്തിട്ടുണ്ട്. കായത്തിൻ്റെ പൊടി ചേർക്കാണ്ട് ഫ്രഷ് ആയിട്ടുള്ള കായത്തിൻ്റെ കട്ട ചേർക്കാം. ഇത് രണ്ടും കൂടിയിട്ട് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് എണ്ണയിലിട്ട് വറുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. പിന്നെ വേണ്ടത് വിനീഗറും ഒരു ചെറിയ കഷ്ണം ശർക്കരയും. ഇത് രണ്ടും നമ്മുടെ അച്ചാറിൻ്റെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർക്കാം. പിന്നെ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എണ്ണ വേണം. ഒന്നല്ലെങ്കിൽ അച്ചാർ നമുക്ക് നല്ലെണ്ണയിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലോ ഉണ്ടാക്കാം. നല്ലെണ്ണയിലേക്ക് നമ്മൾ അച്ചാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ നാൾ കേടാവാണ്ടിരിക്കും. ഞാനിവിടെ എൻ്റെ അടുത്ത് നല്ലെണ്ണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയിലാണ് അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയത് ഇങ്ങനെ അച്ചാറാക്കുന്നത്. പാവയ്ക്ക അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും തന്നെ പാവയ്ക്ക നമുക്കൊന്ന് വറുത്തെടുക്കണം. പാവയ്ക്ക നമ്മൾ വറുത്തെടുക്കുമ്പോൾ എണ്ണ നന്നായിട്ട് ഒഴിച്ചിട്ട് എണ്ണയിൽ ഇട്ടിട്ട് വറുത്ത് കോരി എടുക്കണ്ട. ഏറ്റവും തന്നെ ഒരു പാൻ നന്നായിട്ട് ചൂടാക്കിയിട്ട് ഇതിലേക്ക് നമ്മൾ പാവയ്ക്ക ഇടും, എന്നിട്ട് ഒരു ചെറു തീയിലിടും. ചെറു തീയിലിട്ടിട്ട് ഈ പാവയ്ക്ക നന്നായിട്ട് ചൂടായി ഈ പാവയ്ക്കയുടെ ഉള്ളിൽ നിന്ന് വെള്ളമൊക്കെ നന്നായിട്ട് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പാവയ്ക്ക ചെറുതായിട്ട് ഇങ്ങനെ ഡ്രൈ പോലെയാവും. അങ്ങനെയാണ് സമയത്ത് ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരിത് നന്നായിട്ട് പാവയ്ക്കൊന്ന് മുരിച്ചെടുക്കുക. നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് നമുക്ക് പാവയ്ക്ക ചേർക്കാം. നമ്മൾ അച്ചാറിടാൻ പോണതിന് മുമ്പ് ഇതേപോലെ നമ്മളൊന്ന് മുരിച്ചെടുക്കണം. അങ്ങനെ മുരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാവയ്ക്കയുടെ കയ്പ്പൊക്കെ നന്നായിട്ട് കുറഞ്ഞ് കിട്ടുകയും ചെയ്യും, പാവയ്ക്ക അച്ചാറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ പാവയ്ക്ക നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. പാവയ്ക്ക മുരിഞ്ഞിട്ടുണ്ട്. പാവയ്ക്ക ഇതേപോലെ പകുതി മുരിഞ്ഞാൽ മതി, നന്നായിട്ട് മുരിഞ്ഞ് പോകരുത്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ പാവയ്ക്ക എടുത്തിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. വറുത്തെടുത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി അച്ചാറിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഉലുവയും കായവും നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തിട്ട് പൊടിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഏറ്റവും തന്നെ നമുക്ക് ഉലുവ വറുത്തെടുക്കുക. ഉലുവ വറുത്തെടുക്കുമ്പോൾ എണ്ണ ഒഴിക്കാണ്ട് വറുത്തെടുക്കുക. ഉലുവ ചെറുതായിട്ടൊരു ബ്രൗൺ കളർ ആവണം. ഉലുവ നന്നായിട്ട് ചൂടായിട്ട് ഉലുവ നല്ലൊരു ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഈ ഉലുവ എടുത്തിട്ട് നമുക്ക് ഒരു ബ്ലെൻഡറിലേക്ക് മാറ്റാം. ഇനി നമുക്ക് കായം വറുത്തെടുക്കുക. കായം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണയിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ എണ്ണ ഒഴിക്കാം. ഇനി ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കായം ചേർക്കാം. ഈ കായം 2 സൈഡും തിരിച്ച് മറിച്ചിട്ടിട്ട് വറുത്തെടുക്കണം. വറുത്തെടുക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് തീ കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കായത്തിൻ്റെ ഉള്ളിൽ നമുക്ക് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടില്ല, കായത്തിൻ്റെ പുറമേക്കും പെട്ടെന്ന് കരിഞ്ഞു പോകും. കായം നന്നായിട്ട് മുരിഞ്ഞത് എങ്ങനെയാണ് അറിയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സ്പൂൺ വെച്ചിട്ട് പതുക്കെ തട്ടി കൊടുക്കുക. അപ്പോൾ നമുക്ക് തോന്നുന്നത് നന്നായിട്ട് സോഫ്റ്റ് ആയ പോലെ. കായത്തിൻ്റെ ഉള്ളിൽ മുരിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ നമുക്ക് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് പാടായിട്ട് വരും. അപ്പോൾ ഈ കായം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഈ കായം എടുത്തിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. നമ്മൾ ഉലുവയും കായവും നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്, നമുക്ക് മാറ്റി വയ്ക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ഇതിനകത്തിട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ക്രഷ് ചെയ്തെടുത്തും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാം. നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ചീനിച്ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നാലും നമുക്ക് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നല്ലെണ്ണയിൽ ഉണ്ടാക്കാം. അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് എണ്ണ കൂടുതൽ ഒഴിക്കണം. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഈ എണ്ണയിലേക്ക് നമുക്ക് ഏറ്റവും തന്നെ കടുക് ഇട്ടിട്ട് പൊട്ടിക്കാം. ഇപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉണക്കമുളക് ചേർക്കാം. ഉണക്കമുളക് ചേർക്കുമ്പോൾ കുറച്ച് ചെറിയ പീസാക്കിയിട്ട് ചേർക്കാം. ഈ ഉണക്കമുളകും എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിയണം. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർക്കാം. ഇനി നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചേക്കണ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. തീ ചെറുതായിട്ടൊന്ന് കുറച്ച് വയ്ക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഉണക്കമുളകൊക്കെ കരിഞ്ഞു പോകും.
വെളുത്തുള്ളിയും ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിയണം. ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളിക്ക് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിക്ക് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഈ മഞ്ഞൾപ്പൊടിയും എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ട് ഈ മഞ്ഞൾപ്പൊടിയുടെ പച്ചക്കുത്തൊന്ന് പോകണം. അത് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം. തീ ചെറുതായിട്ട് കുറച്ച് വെക്കാം. മുളക് പൊടിയും എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി അച്ചാറിലേക്ക് നമുക്ക് പുളിക്ക് ആവശ്യത്തിന് വിനീഗർ ചേർക്കാം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമ്മൾ പാവയ്ക്ക വറുത്തെടുത്തപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർക്കാം. പഞ്ചസാര ചേർക്കണ്ട, ശർക്കര തന്നെ ചേർത്താൽ മതി. പൊടിച്ച് വെച്ചേക്കണ ഉലുവയുടെയും കായത്തിൻ്റെയും പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന പാവയ്ക്ക ചേർക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അച്ചാറൊന്ന് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ അച്ചാറിൻ്റെ ഉള്ളിൽ നിന്ന് എണ്ണയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പുറത്തേക്ക് വരും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ പാവയ്ക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ചില്ലിൻ്റെ കുപ്പിയിലാക്കിയിട്ട് അടച്ച് വെക്കാം. അച്ചാർ നമ്മൾ കുപ്പിയിലാക്കി നമ്മൾ അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് നമ്മൾ കുപ്പി നമ്മളിങ്ങനെ കമത്തിയും വെക്കണം. അപ്പോൾ ഈ അടിയിലുള്ള എണ്ണ മുകളിൽ നിൽക്കും. എന്നാൽ മാത്രമേ ഈ മുകളിലുള്ള അച്ചാറിൻ്റെ ഉള്ളിലേക്കും ഈ എണ്ണയ്ക്ക് നന്നായിട്ട് പിടിക്കുള്ളൂ. അല്ലെങ്കിൽ ആ എണ്ണ അടിയിൽ മാത്രം നിൽക്കും. അച്ചാറിൻ്റെ അടിയിൽ മാത്രം എണ്ണ നന്നായിട്ട് പിടിച്ചിട്ട് അടിയിലെ അച്ചാറായിരിക്കും പെട്ടെന്ന് റെഡിയാവുക. അപ്പോൾ അച്ചാറിൻ്റെ കുപ്പി ഇടയ്ക്ക് ഇതേപോലെ കമത്തിയും വെക്കാം. ഇത് ഞാൻ നാരങ്ങ അച്ചാർ ഇട്ടതാണ്.